മോൻ എനിക്ക് വാക്ക് തന്നതാ. ഇന്ദുബാലയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പാ സീത വരുന്നതെങ്കിൽ എന്റെ മോളെ സ്വീകരിച്ചോളാന്ന്. സീതയെ കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഇന്ദുബാല എത്തുന്നു. എനിക്ക് അമ്മയില്ല. ആ സ്ഥാനത്ത് നിന്ന് എന്നെ അനുഗ്രഹിക്കണം. അയ്യോ. വനജയുടെ അനുഗ്രഹം വാങ്ങി ഇന്ദുബാല വിവാഹത്തിനൊരുങ്ങുന്നു. ഇല്ല, ഇവിടെ ഒരു ചടങ്ങും നടക്കില്ല, നടത്തത്തില്ല ഞാൻ. മെമ്പർ വിവാഹം തടയാൻ രജിസ്ട്രാർ ഓഫീസിലെത്തുന്നു. തുടർന്ന് കാണുക. മെമ്പറെ, നമ്മൾ വന്നത് എന്തിനാണെന്ന് മറന്നോ? എന്താ കാര്യം പറഞ്ഞ് കല്യാണം മുടക്കാം. അത് ശരിയാ. അതെ, ഞാനൊരു മെമ്പറാ. കല്യാണം മുടക്കാൻ വന്നതാ. മുടക്കിട്ടേ പോകൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കിടന്ന് ബഹളം വയ്ക്കാതെ കാര്യം പറ. ഈ ബാലൻ നേരത്തെ ഒന്ന് കെട്ടിയതാ, ആ ഭാര്യയെ കാണാതെ. അതിനെ കണ്ടുപിടിക്കാതെ ഇവൻ വേറെ കെട്ടാൻ പോവാ. നേരാണോ? നേരാന്നോ? ചന്തേ, നീ പോയി ആ പൂക്കുടഞ്ഞെടുത്തോണ്ട് വാ. അല്ല, ആ പൂക്കുടി ഇഞ്ഞ് വിളിച്ചോണ്ട് വാ. സീതയുടെ അമ്മയും പുറത്ത് പോണ്ട്, ആ വനമാല അവരെ കൂടി വിളിച്ചോണ്ട് വാ. വേണ്ട സാറേ, ഇതാണ് ബാലന്റെ ആദ്യ ഭാര്യയുടെ അമ്മയും അമ്മാവൻ. എന്താ ബാല പ്രശ്നം? സർ, ചന്ദ്രേട്ടന്റെ ഈ നിൽക്കുന്ന ബാലചന്ദ്രന്റെ വൈഫിനെ കാണാതായി എന്നുള്ളത് സത്യമാണ്. അന്വേഷണവും നടന്നതാണ്. 2 തവണ പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു സാർ. എവിടെയാണെങ്കിലും തിരിച്ചു വരണമെന്നും പറഞ്ഞു. കാണാതായി എന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സീത എന്നാണ് RC ബുക്കാന്നോ? നീ തല്ലിക്കൊന്ന് എവിടെയോ കുഴിച്ചിട്ട സീത നീ കൊടുത്ത പത്രപരസ്യം തപ്പിപ്പിടിച്ച് വായിച്ച് അവള് തിരിച്ചു വരണോ അല്ലേടാ? അതിന് സ്വർഗത്തിലും നരകത്തിൽ ഏത് പത്രത്തിന്റെ എഡിഷൻ ഉള്ളത്? മെമ്പറെ, വലിയ ബഹളമൊന്നും വെക്കണ്ട. ആരുടെയൊക്കെയോ കാശ് വാങ്ങിയിട്ടാ ഇവിടെ വന്ന് ഈ തുള്ളല് നടത്തുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനേ ഒരു വക്കീലാ. ഓ, എന്ത് വക്കീല്, അഡ്വക്കേറ്റ്. ഓ, മെമ്പറുടെ വിരട്ടൊന്നും ഇവിടെ വേണ്ട. മെമ്പറെ, ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യ ഭാര്യയ്ക്ക് വേണ്ടി പത്രത്തിൽ പരസ്യം നൽകിയിട്ടാ ചന്ദ്രേട്ടൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. പ്രായപൂർത്തിയായ ഞങ്ങൾ 2 ആൾക്കും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള ഡീഡ് വെച്ച് 6 മാസം വരെ ഒരുമിച്ച് ജീവിക്കാം. 6 മാസം കഴിഞ്ഞ 7-ാം മാസം മെമ്പറുടെ പാട് നോക്ക്. അത് കഴിഞ്ഞാ പിന്നെ 8, 9 ഒക്കെ ഇല്ലയോ? പിന്നെ സീതയുടെ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞങ്ങളുടെ കൊച്ചി ഇപ്പൊ വരും, നോക്കിക്കോ. ശരി, മുഹൂർത്തത്തിന് മുൻപ് സീത വരട്ടെ, ഞാൻ പിന്മാറാം. സീത വന്നാലും ഇല്ലെങ്കിലും ഈ കല്യാണം നടക്കത്തില്ല കേട്ടോ. കേസില്ല വക്കീലേ. ഇപ്പോ ഇവിടെ ഒരു കേസ് ഉണ്ടാവുന്നത് കാണണോ? എന്തോ കേസാ? ഒരു വക്കീല് മെമ്പറെ തല്ലിയ കേസ് കാണണോ? അല്ല, അത് വേണ്ട. ഞാൻ എന്തായാലും വിവാഹം രജിസ്റ്റർ ചെയ്യാം. കോർട്ട് ഓർഡറോ പോലീസ് നോട്ടീസോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കിത് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. മെമ്പർക്ക് കോടതിയെ സമീപിക്കാം. എന്താ ഇവരുടെ കൊച്ചുമക്കളെ കല്യാണത്തിന്റെ അന്ന് വിധി വരാനോ? വേറൊരു പണി മെമ്പർ കാണിച്ചു തരാം. അപ്പൊ പിന്നെ ചടങ്ങ് നടക്കട്ടെ, മുഹൂർത്തമായി. ഹലോ, എന്നാ പിന്നെ ഒപ്പിടാം. ഒരു മിനിറ്റ്. സീത വരുന്നത്.
അമ്മേ, അമ്മങ്ങ എത്തിയോ? എന്താ അമ്മേ, വല്ല വിവരം കിട്ടിയോ? കല്യാണം നടന്നോ? കല്യാണം നടക്കാതിരിക്കാൻ നമ്മൾ പരമാവധി നോക്കി. ഇനി നടന്നാ തന്നെ ഒന്നിച്ച് ജീവിക്കാതിരിക്കാനുള്ള വഴി നോക്കണം. അമ്മ വാ. അയ്യോ, കലക്കൊച്ചിന്റെ അമ്മയായിരുന്നോ? കാറിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി. ആ, നിങ്ങളെന്ത് കരുതി? വന്നത് കാലനാണെന്നോ? കാലിനൊക്കെ ഇപ്പൊ കാറിലാണോ വരുന്നത്? അല്ല പിന്നെ. നിങ്ങൾ വലിയ ചിരിയൊന്നും ചിരിക്കണ്ട. പ്രായമായില്ലേ, ഉളുക്കും. ഓ, ഈ പ്രായത്തിൽ ഇനി ഉളിക്കാലെന്നാ ഉളിക്കില്ലെങ്കിൽ എന്നാ? എന്തായാലും വീട്ടിലൊരു നല്ല ചടങ്ങ് നടന്നപ്പോ കലക്കൊച്ചിന്റെ അമ്മ വന്നല്ലോ. പിന്നെ ഞാനിവിടെ ആഘോഷത്തിന് പടക്കം പൊട്ടിക്കാൻ വന്നതല്ലേ. പടക്കം വേണ്ട, എനിക്ക് പേടിയാ. തള്ളേ, നിങ്ങളെന്തിനാ ഇങ്ങനെ പൊങ്ങുന്നേ? നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി അടിച്ചോ? എന്റെ അമ്മ വഴക്കിനൊന്നും നിക്കല്ലേ. ഇങ്ങോട്ട് വന്നേ. ബോധമില്ലാത്തവരോട് സംസാരിച്ച് അമ്മ വെറുതെ നേരം കളയാ. കൊച്ചേ, എനിക്ക് ആവശ്യത്തിന് ബോധമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പച്ചമ്മ ചുമ്മാ എന്റെ അടുത്ത് വഴക്കിന് വരല്ലേ. അയ്യോ, ഞാനൊന്നിനുമില്ല, ഞാൻ പോയേക്കാം. ആ, ഈ ഇന്ദുബാല എന്ന് പറയുന്നവള് വലിയ പണക്കാരിയാണോ? ആ, വീട് കൊള്ളാം. എന്താ അമ്മേ? അല്ല, നിന്റെ മുകളിൽ പോവരുത് ഒരുത്തി. അമ്മ അമ്മയുടെ പദ്ധതികൾ എന്താണെന്ന് പറയും. കല്യാണം കഴിഞ്ഞ് അവരിവിടെ വന്ന വരട്ടടി. ബാലന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചോര വരുന്നത് ഞാൻ കാണിക്കാം. അപ്പച്ചമ്മേ, എന്താ കൊച്ചേ? ദേ, ഒരു കാര്യം പറയാൻ വന്നതാ. നീ പറഞ്ഞോ. ബാലേട്ടൻ പുതിയ കല്യാണം കഴിക്കുന്നതൊക്കെ നല്ല കാര്യം. പക്ഷെ പുത്തനച്ചിയെ വീട്ടിൽ കേട്ടണോ വേണ്ടയോന്ന് ഈ മതികല തീരുമാനിക്കും. അതെന്താ കൊച്ചേ അങ്ങനെ? ആ, അതങ്ങനെ തന്നെയാ. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി ചെറിയ രീതിയിലൊന്നും അല്ലല്ലോ എന്നെ എന്റെ ഭർത്താവിനെ അപമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ മറുപടി ഞങ്ങൾ തിരിച്ചു തരണ്ടേ? കൊച്ചേ, നീ ഇങ്ങനെ ശത്രുവിനെ പോലെ ചിന്തിക്കാതെ. ഒന്നാമത് ശാരദ പോലും ഇവിടെ ഇല്ല. മനുഷ്യരാകെ നീറിപ്പടഞ്ഞു നിൽക്കുക. ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ. അയ്യോടാ, എല്ലാവരെയും വെഞ്ചാമരം വീശി ഉറക്കാഞ്ഞ് എന്താ? ദേ, ഒരു കാര്യം കൃത്യമായി ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേരിൽ കിടക്കുന്ന വീടാ ഇത്. ഇവിടെ വരുന്നവൾ ആരായാലും, അതേത് അമ്മ മഹാറാണി ആയാലും, എനിക്ക് താഴെ എന്റെ കാൽപാദത്തിന്റെ ലെവലിൽ അത്രയും മതി. ചുമ്മാതൊന്നും അല്ല എന്റെ അമ്മ വന്നിരിക്കുന്നത്. കൊച്ചേ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടന്നാ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടും. വയലൂരം വീട്ടിലുള്ള എല്ലാവരും ബുദ്ധിമുട്ടും. അതിന് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യും. കൊച്ചേ, ഞങ്ങളാരും നിന്നോട് ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ. പിന്നെന്താ? ബാലൻ വേറെ കെട്ടുന്നു, അതവന്റെ കാര്യം. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെക്കാളും പ്രാധാന്യം വേറൊരുത്തിക്കും കിട്ടരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത്രയും ഓർത്താ മതി. നിങ്ങളുടെ മരുമകൻ ബാലനോടും ഇതൊന്ന് പറഞ്ഞേക്ക്, കേട്ടല്ലോ? മഹാറാണിയെ കൊണ്ട് രഥം വന്നു. നീ കണ്ടോ എന്താ നടക്കാൻ പോകുന്നതെന്ന്? ഇറങ്ങ. നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ടെന്താ? കണ്ടില്ലേ അവള് വന്ന് ഞെളിഞ്ഞു നിൽക്കുന്നത്? അവളുടെ തലയെടുപ്പ് ഞാൻ ഇപ്പൊ തീർത്തു തരാം.
തലയെടുപ്പ് തീർക്കുകയല്ല ചെയ്യേണ്ടത്, തലയെടുത്ത് തീർക്കുക വേണ്ടത്. അയ്യോ, നിങ്ങളിങ്ങ് വന്നോ? വരാതെ പിന്നെ ഞങ്ങളെല്ലാം കൂടി അങ്ങ് പളനിക്ക് പോകുന്നു കരുതി. ആ, നിങ്ങൾ അതും ചെയ്യും. പണ്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയിട്ട് 35 കൊല്ലം കഴിഞ്ഞ് വന്ന പുള്ളിയാ. പുത്തൻ പെങ്കൊച്ച് നിൽക്കുന്നു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്ന് ചിലക്കാതെ പോയി വിളക്കെടുത്തോണ്ട് പാടി. അയ്യോ, വിളക്ക് കൊണ്ടുവരാനായിട്ട് പെണ്ണങ്ങനെ പിരിവില്ലാന്നും പറഞ്ഞ് നിൽക്കുക. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ആനയൊന്നും ഇല്ലേ സ്വീകരിക്കാൻ? അയ്യോ, ഇനി വേറെ എന്നാത്തിനാ? ദേ തള്ളേ, ഈ വിളക്ക് താഴെ കളയാതെ കൊണ്ടുപോയി പുത്തൻ വലിയച്ചിയുടെ കൈ കൊടുക്കണം. സൂക്ഷിച്ച് താഴെയാതെ അങ്ങനെ. അതെ, വലിയച്ചിയുടെ കാലത്തൊട്ട് തോയണോ? നീ കൂടുതലൊന്നും ചെയ്യണ്ട, പറയുന്നത് അങ്ങ് ചെയ്താ മതി. എന്നോട് ഒച്ചാച്ച ഞാൻ കണ്ണുകൊത്തി തരും കേട്ടോ. എനിക്ക് കണ്ണു മമ്മറൊക്കെ അറിയാം. പിന്നെ നിന്റെ ഒരു മമ്മറ വിദ്യ. നിന്റെ ആശാനെ എനിക്ക് പേടിയില്ല, പിന്നെ അല്ലയോ നിന്നെ. വിളക്ക് എടുത്തോണ്ട് വാ പെണ്ണെ, ഇങ്ങോട്ട് വാ. എല്ലാരും മാറിച്ചോ? പൊട്ടിതേ തീവട്ടിയുമായിട്ട് വരുന്നു. മാറിച്ചോ, മാറിച്ചോ. വാ വാ, വിളക്ക് തരാം, വിളക്ക്. ശമാനം. അതാ കുട്ടിമണി. മനസ്സിലായി. സീതയുമായി വലിയ ഇഷ്ടത്തിലായിരുന്നു കുട്ടിമണി. ചന്ദ്രേട്ടൻ എന്ത് പറഞ്ഞാലും അവിടെ എവിടെയെങ്കിലും സീത വരുമല്ലേ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഞാനും വെറുതെ പറഞ്ഞേ ഉള്ളൂ. അയ്യോ, നിങ്ങൾ അവിടെ നിന്ന് വർത്താനം പറയാൻ ഇങ്ങോട്ട് വാ പിള്ളാരെ. വിളക്കങ്ങ് കൊടുക്കു വച്ചേ. പെണ്ണുതേ അതും പിടിച്ചെന്ന് സ്വപ്നം കാണുന്നു. ഞാൻ കൊടുക്കാൻ പോവല്ലേ? പിന്നെ ഞാൻ സ്വപ്നമൊന്നും കണ്ടില്ല. ഇല്ലാത്തൊന്നും പറയല്ലേ. പാമ്പ് നോക്കോ. പിന്നെ ലോകത്തുള്ള പാമ്പുകളൊക്കെ നിന്റെ കൂട്ടുകാരല്ലേ. നീ പറഞ്ഞാലുടനെ ഓടി വന്ന് കൊത്താൻ. നീ ആ വിളക്കങ്ങോട്ട് കൊടുക്ക്. പാമ്പ് ഒത്തുമ്പോ പഠിക്കും. അയ്യോ, ഇതൊക്കെ പഴയ നമ്പറല്ലേ കലമോളെ. കല്യാണ പെണ്ണ് വീട്ടിൽ വരുമ്പോ കാല് വെച്ച് വീഴ്ത്തുക, നിലവിളക്കിലെ തിരി ഊതി അണയ്ക്കുക, വിളക്ക് താഴെ വീണ് കഴിയുമ്പോ ഐശ്വര്യം പോയെന്ന് അയ്യോ പൊത്തൊന്ന് നിലവിളിക്കുക. എത്രയോ തവണ കണ്ട് തേഞ്ഞു പോയ ക്ലീശിയ നമ്പറുകളാ. പുതിയ നമ്പറുകളൊന്നും ഇല്ലയോ മോളുടെ ന്യൂ ജനറേഷൻ തലയ്ക്കകത്ത്? പുതിയ നമ്പരേ നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ഈ പന്തം കൊടുത്ത് എങ്ങോട്ടായി കയറാൻ പോകുന്നത്? ഇതേ എന്റെ മോളുടെ പേരിലുള്ള വീടാ. നീ ഇതിനകത്ത് വലതുകാല് വെച്ച് കയറണമെങ്കിലേ നിന്റെ ഈ കെട്ടിയവനായ ഗതികെട്ടവൻ ഞങ്ങൾക്ക് തരാനുള്ള കടം വീട്ടണം. ഇല്ലെങ്കിലേ രണ്ടുപേരും കൂടി ആ അസ്ഥിത്തറയുടെ അപ്പുറവും ഇപ്പുറവും പോയി കണ്ണിൽ നോക്കി ഇരിക്കത്തേ ഉള്ളൂ. വലിയ അത്ഭുത സിദ്ധിയുള്ള കിളവനാ. ചിലപ്പോ ആകാശത്ത് നിന്ന് നോട്ടിട്ട് തരും. ഇതെന്നൊരു മര്യാദ കേടാ. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണല്ലേ, അതിന് വീട്ടിൽ കയറാൻ സമ്മതിക്കട്ടെ. സമ്മതിക്കാനേ സൗകര്യമില്ല. മർമ്മവിദ്യക്കാരന്റെ കയ്യില് തെണ്ടി കിട്ടിയ ഭാണ്ഡം ഒന്നും വേറെ ഇരിപ്പില്ലേ എടുത്തെറിഞ്ഞ് കടം വീട്ടാൻ? നീ നിന്റെ അമ്മയോട് ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറ. കാശ് എങ്ങനെയെങ്കിലും ബാലൻ ഉണ്ടാക്കി തരും. ഞാനൊന്നും പറയത്തില്ല. കാശുണ്ടാക്കാൻ പറഞ്ഞിട്ടേ കൊറേ നാളായതല്ലേ. നിങ്ങളെയൊക്കെ സഹായിച്ചതേ അബദ്ധമെന്ന് പറഞ്ഞിരിക്കുക ഞാൻ. എന്താ ചന്ദ്രേട്ട ഇതൊക്കെ? എന്താ ഇവരുമായിട്ട് കാശിന്റെ ഇടപാട്? എന്തോ അത് വീടിന്റെ ജപ്തി ഒഴിവാക്കാനായിട്ട് കാശ് തന്നത് കലമോളുടെ അമ്മയാണ്. 4 ലക്ഷം രൂപ. ഒരു ഉറപ്പിന് വീട് കലമോളുടെ പേരിലേക്ക് എഴുതി വെക്കുകയും ചെയ്തു. കടം വാങ്ങിയ തുകയിൽ എൻ്റെ ഷെയറായി 2 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ഈ വീട്ടിൽ അവകാശമുള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞ ചന്ദ്രേട്ടൻ കെട്ടിക്കൊണ്ടുവന്ന എനിക്ക് കിടക്കാൻ സ്ഥലമില്ല അല്ലേ? എന്തോ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. സോറി. എന്ത് സോറി ചന്ദ്രേട്ട? ഇവിടെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് ഞാനല്ലേ? ഒരഗതിയെ പോലെ ഞാനിവിടെ നിൽക്കുകയെന്ന് വെച്ചാ ചന്ദ്രേട്ടൻ അവകാശമില്ലാത്ത വീട്ടിലേക്ക് ഒരിക്കലും എന്നെ കൊണ്ടുവരരുതായിരുന്നു.
എന്തെങ്കിലും ഒന്ന് പറയൂ ചന്ദ്രേട്ടാ. ഇന്ന് നമ്മൾ എവിടെ അന്തി ഉറങ്ങും? കല്യാണം കഴിച്ച പെണ്ണിനെയും കൊണ്ട് ഹോട്ടലിൽ പോയി റൂം എടുക്കാനോ? 500 മീറ്റർ വടക്കോട്ട് ചെന്നാലേ ഒരു സർക്കാർ സ്കൂളുണ്ട്. അതിന്റെ വരാന്തേ കിടക്കാം രണ്ടുപേർക്കും കൂടി. നല്ല കാറ്റും വെളിച്ചവും കിട്ടും. പിന്നെ വാടകയും കൊടുക്കണ്ട. രാവിലെ എണീറ്റ് നടക്കാനാണെങ്കിൽ വിശാലമായ മൈതാനവും ഉണ്ട്. കേട്ടല്ലോ ചന്ദ്രേട്ടാ, ചന്ദ്രനെ ഒന്ന് പിടിച്ചേ. എന്തായാലും കെട്ടി അന്ന് തന്നെ താലി കഴിഞ്ഞു. ചന്ദ്രേട്ട ഇതൊന്ന് പിടിക്കാനല്ലേ പറഞ്ഞത്? അയ്യോ കൊച്ചാ പോവല്ലേ. അയ്യോ പുത്തൻ വലിയ പെരങ്ങി പോവാനോ? ഇപ്പൊ പുത്തൻ വലിയ ചീവില്ല, പഴയ വലിയ ചീവില്ല. എന്തായാലും കൊള്ളാം. ആ ഞാനിവിടെ കടിച്ചു പിടിച്ച് നിന്ന പോലെ മറ്റുള്ളവര് നിൽക്കുന്ന ഇവരൊക്കെ കരുതിയത്. അത്യാവശ്യം 4 പുത്തനുള്ള വീട്ടിൽ നിന്ന് പെണ്ണിനെ ഒപ്പിച്ചെടുത്തത് എന്തെങ്കിലുമൊക്കെ തടയുമെന്ന് പ്രതീക്ഷിച്ച ഒടുക്കന്തേ കിഴക്കൊന്നും വന്നതുമില്ല, ഒറ്റാലിൽ കിടന്നതുമില്ല. ബാലേട്ടാ ചെല്ല് ബാലേട്ടാ. അയ്യോ ഭാര്യ പോവൂല്ലേ, ചെല്ല്. ചന്ദ്രേട്ടൻ എത്ര രൂപയാ ഇവർക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത്? 2 ലക്ഷം. ആ വിളക്കിങ്ങതാ. എന്നിട്ട് ഈ ചെക്ക് അവരുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്ക. 2 ലക്ഷം രൂപ കിട്ടാതെ വിശന്ന് ചത്താലോ? ഇത് വേണോ? വേണം. എന്റെ ഭർത്താവിന്റെ അന്തസ്സിന് വെറും 2 ലക്ഷം രൂപയല്ല വില. വാങ്ങിക്കു ബാല. നിന്റെ ഭാര്യയ്ക്കും കുറച്ച് കാശൊക്കെ ഉണ്ടെന്ന് ഇവിടെ ചിലരൊക്കെ മനസ്സിലാക്കട്ടെ. ആ താടിയും കൂടെ വേണ്ടതായിരുന്നു ഇത് കാണാൻ. മേടിച്ചു കൊടുക്ക് ബാല. ഇനി ഈ കടത്തിന്റെ പേരും പറഞ്ഞ് ആരുടെയും വായിരിക്കുന്നു ഒന്നും കേക്കണ്ടല്ലോ. ചന്ദ്രേട്ടാ വേഗാവട്ടെ. വലതുകാല് വെച്ച് കയറാൻ എനിക്ക് ധൃതിയായി. എനിക്ക് അങ്ങ് ധൃതിയായി. പണം അതൊരാളുടെ കൂടെ മാത്രം നിൽക്കുന്ന ഒന്നല്ല. ആരെയും ഏത് സമയത്തും തേടി വരാവുന്ന ഭാഗ്യമാ. ഏത് സമയത്തും വിട്ടുപോവുകയും ചെയ്യാം. അതുകൊണ്ട് പണത്തിന്റെ പേരിൽ ഒരുപാട് അഹങ്കരിക്കരുത്. ഇതാ നിങ്ങളുടെ കാശ്. ഇതൊക്കെ പുത്തനച്ചിയുടെ പുരപ്പുറം തൂക്കല. ഇനിയും നീയൊക്കെ എന്റെ മുന്നിൽ കൈ നീട്ടും. ദൈവത്തോടും വിധിയോടും ഒരൊറ്റ അപേക്ഷ മാത്രം. എത്രയും പെട്ടെന്ന് കഴുത്ത് വെട്ടി തീർക്കാൻ. പണം അതൊരാളുടെ കൂടെ മാത്രം നിൽക്കുന്ന ഒന്നല്ല. ആരെയും ഏത് സമയത്തും തേടി വരാവുന്ന ഭാഗ്യമാ. ഏത് സമയത്തും വിട്ടുപോവുകയും ചെയ്യാം. അതുകൊണ്ട് പണത്തിന്റെ പേരിൽ ഒരുപാട് അഹങ്കരിക്കരുത്. ഇതാ നിങ്ങളുടെ കാശ്. അധികം നെകളിക്കല്ലേ ബാല. ഇതൊക്കെ പുത്തനച്ചിയുടെ പുരപ്പുറം തൂക്കല. ഇനിയും നീയൊക്കെ എന്റെ മുന്നിൽ കൈ നീട്ടും. നോക്കിക്കോ. പണം പലിശയ്ക്ക് കൊടുക്കുന്നതും ആധാരവും മറ്റും എഴുതി വാങ്ങുന്നതും നിയമപ്രകാരം കുറ്റമാണ്. സമയമുണ്ടെങ്കിൽ വകുപ്പും ചട്ടമൊക്കെ ഞാൻ പറഞ്ഞുതരാം. വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്താലേ അകത്ത് കിടന്ന് നക്ഷത്രക്കാലുണ്ട്. ഓ മോളെ, ഞാൻ പോവാ. ഇനി എന്തിനാ ഇവിടെ കാഴ്ച കാണാൻ കയറി നിൽക്കുന്നേ? ഇന്ന് മോൾ അങ്ങോട്ട് കയറ്. വഴി മുടക്കി നിന്നവരൊക്കെ കൊമ്പുകുത്തിയില്ലേ? ചെല്ലുമോളെ. വിളക്കകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്ദുവിനെയും കൂട്ടി അച്യുതന്റെ അസ്ഥിത്തറയിൽ പോയി പ്രാർത്ഥിക്കണം കേട്ടോ ബാല. ശരി അപ്പച്ചമ്മേ. വാ മോളെ. ഞാനും വരുവാ. ഞാനും
അച്ഛനായിരുന്നു ഈ വീടിന്റെ എല്ലാം. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് കണ്ടിട്ടുള്ളത്. സീതയുമായുള്ള എന്റെ കല്യാണ ദിവസം അച്ഛൻ. അതും അറിയാം. സീത കെട്ടിക്കേറി വന്നപ്പോ അച്ഛൻ പോയി. ഞാൻ വരുന്നതിന്റെ തലേന്ന് അമ്മ വീട് വിട്ടുപോയി. ചന്ദ്രേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ 2 സ്ത്രീകളും സങ്കടങ്ങളും കൊണ്ടാ വന്നത് അല്ലേ? ഏയ്, ഞാൻ അങ്ങനെ കരുതിയിട്ടൊന്നുമില്ല. ഒക്കെ ദൈവം എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വിധികളല്ലേ, അത് ഞാൻ സ്വീകരിക്കുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ച് തളരണ്ട ചന്ദ്രേട്ട. മുട്ടുകുത്തി ബലിക്കല്ലിൽ തലവച്ച് കിടക്കുന്നവന്റെ മാനസികാവസ്ഥയായിരുന്നു ഇന്നലെ വരെയും. ദൈവത്തോടും വിധിയോടും ഒരൊറ്റ അപേക്ഷ മാത്രം, എത്രയും പെട്ടെന്ന് കഴുത്ത് വെട്ടി തീർക്കാൻ. ഇപ്പോ ഞാൻ വന്നതുകൊണ്ട് ചന്ദ്രേട്ടൻ എന്തേലും മാറ്റം? ഒപ്പം ഒരാളുണ്ട് എന്നത് ഏതൊരു യാത്രയിലും ഒരു ധൈര്യമല്ലേ ഇന്ദു? ഒരു കൂട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിയെങ്കിലും ചെയ്യാം. ചന്ദ്രേട്ടൻ ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ, ഞാൻ കാവലിരുന്നോളാം. പോരെ? ഇന്ദു വന്ന ദിവസം തന്നെ ബുദ്ധിമുട്ടായി അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അല്ല, എന്റെ കടവും പ്രാരാബ്ദമൊക്കെ അറിഞ്ഞില്ലേ? ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. എന്റെ പൊന്നു ചന്ദ്രേട്ട, ലോകത്ത് കടവും പ്രാരാബ്ദങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. കുറച്ച് കടമുണ്ടെന്ന് പറയുന്നതും അത് മറ്റുള്ളവരറിയുന്നതും അതൊന്നും ഒരു നാണക്കേടല്ല. നമ്മുടെ കടം നമ്മളല്ലേ വീട്ടുന്നത്, അല്ലാതെ നാട്ടുകാരല്ലല്ലോ. അന്തസ്സുള്ള ഏത് ജോലി ചെയ്തും നമ്മൾ കടം വീട്ടും. അതിലൊരു നാണക്കേടിന്റെ ആവശ്യമില്ല. ആരിൽ നിന്ന് മുഖം ഒളിപ്പിക്കുകയും വേണ്ട.